ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ എന്ന് പറയണമെന്നുണ്ട്. ഇത് നമ്മുടെ പഴയ ചാനലല്ല, ഇതെൻ്റെ പുതിയ ചാനലാണ്. മറ്റൊന്നുമല്ല, റിയാക്ഷൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് മടുത്തു. അതുകൊണ്ട് തന്നെ പുതിയൊരു ചാനൽ തുടങ്ങാമെന്ന് കരുതി. അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒപ്പീനിയൻസ്, അതുപോലെ തന്നെ എൻ്റെ യാത്രകൾ, അതുപോലെ തന്നെ ഗാർഡനിങ് വീഡിയോസ്, ഇതെല്ലാം കൂടി ചെയ്യാമെന്ന് കരുതി തുടങ്ങിയ ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം റിയാക്ഷൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൊരു എൻജോയ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു കാര്യം കൂടി ചെയ്യാമെന്ന് കരുതിയത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാണ്ട് എൻ്റെ റിയാക്ഷൻ വീഡിയോ ചാനൽ വഴി സാധിക്കില്ല. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുക. അങ്ങനെ ചാനൽ തുടങ്ങി എന്ത് കണ്ടന്റാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് കരുതിയപ്പോഴാണ് ഞാൻ ഇന്നലെ ചെയ്ത ഒരു വീഡിയോ, അതിന് താഴെ വന്ന കുറേയധികം കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ മറ്റേ ചാനലിനകത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു കണ്ടന്റായി മാറും. അതിൽ നിന്ന് ഞാൻ വരുമാനം ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണം വരും. സത്യത്തിൽ എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് അങ്ങനെ വരുമാനം എന്ന് പറയേണ്ട ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമായി പോകും. 13,000 രൂപയാണ് എൻ്റെ ഇത്രയും നാളത്തെ യൂട്യൂബ് ജേണിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല, ഇവിടെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. കാരണം ഈ ഒരു ചാനലിന് മോണിറ്റൈസേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ അധികമാരും സബ് ചെയ്തിട്ട് ഇല്ല. ഒരു പക്ഷെ സബ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഉള്ള കാര്യം പറയാം, ഞാൻ ഇന്നലെ ഈ ഒരു ചാനൽ തുടങ്ങി അതിൻ്റെ ബാക്കി പരിപാടികളൊന്നും തീർത്തില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും സബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല. എന്തായാലും ഇന്നലെ രാത്രി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ രേണുസുതിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ മറ്റേ ചാനലിനകത്ത്. അതിനകത്ത് അവരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരു വിവരമായിരുന്നു ഞാൻ പങ്കുവച്ചത്. അത്യാവശ്യം ആളുകൾ എല്ലാവരും തന്നെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. പലരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കമന്റ് ഇട്ടതെങ്കിൽ പോലും ചിലരെല്ലാം തന്നെ ഇപ്പോഴും അവരെ വിമർശിച്ചുകൊണ്ടും അവർക്ക് സംഭവിച്ചതിനകത്ത് സന്തോഷിച്ചുകൊണ്ടും കമന്റ് ഇടുന്നത് ഞാൻ കണ്ടു. എനിക്ക് അങ്ങനെ കമന്റ് ഇട്ടവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി അവർ എന്തെല്ലാം തെറ്റ് ചെയ്താലും അവരൊരു അമ്മയാണ്. ഋതപ്പൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാണ്ട് ഉത്തരവാദിത്തപ്പെട്ട അമ്മ. ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടി അനാഥനായി മാറും. ഓൾറെഡി അതിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. ഒരു ചേട്ടനുണ്ട്, അയാൾ സ്വന്തം ലൈഫുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ ചേട്ടൻ ഈ ഒരു കുട്ടീനെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നീടുള്ളത് രേണുസുതിയുടെ അച്ഛനും അമ്മയും സഹോദരിയുടെ കുടുംബവുമാണ്. ഇൻ കേസ് നാളെ രേണുസുതിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന കിച്ചു ആണേലും ഈ രേണുസുതിയുടെ ചേച്ചിയുടെ കുടുംബമാണെങ്കിലും ആ കുട്ടിയെ സംരക്ഷിച്ചേക്കാം. പക്ഷേ ഒരമ്മയ്ക്ക് നൽകാൻ പറ്റുന്ന കുറേയധികം സ്നേഹവും കരുതലും വാത്സല്യവും ഉണ്ട്. അതൊന്നും തന്നെ നൽകുവാണ്ട് ഈ പകരം എത്തുന്ന ആളുകൾക്ക് സാധിക്കില്ല. ഒരുപക്ഷെ രേണുവിൻ്റെ ചേച്ചിയായിട്ടുള്ള സ്ത്രീക്ക് പോലും അതിന് സാധിച്ചെന്ന് വരില്ല. കാരണം അമ്മ എന്ന് പറയുന്ന വാക്കിനേക്കാൾ വലുതല്ല മറ്റൊന്നും ഈ ഭൂമിയിൽ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും അതിന് താഴെ വന്ന നെഗറ്റീവ് കമന്റുകൾ കണ്ടപ്പോഴത് വല്ലാതെ സങ്കടം തോന്നി കേട്ടോ. ഒരു മനുഷ്യന്റെ അസുഖം അത് അത്രത്തോളം ഗൗരവപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തി, ഗുരുതരമാണ്, അവരെ ICUവിൽ പ്രവേശിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ന്യൂസ് നമ്മൾ പുറത്തേക്ക് വിടുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയോ അവരെ സഹായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഉപകാരമാകുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഞാനൊക്കെ ആ വീഡിയോ ചെയ്തത്. പക്ഷെ അതിന് താഴെയും അവരുടെ മരണം ആഗ്രഹിച്ചുകൊണ്ടും അവരെ തെറി വിളിച്ചുകൊണ്ടും വരുന്ന കമന്റുകൾ കാണുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുകയാണ്. ഞാനും അവരെ വിമർശിച്ചിട്ടുണ്ട്, അവർക്കെതിരെ കേസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു? അവരൊരു രോഗിയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യണം, അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അത് അവർക്ക് വേണ്ടിയിട്ടല്ല, ആ ഒരു കുഞ്ഞു മോന് വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റൊന്ന്, ഈ രേണുസുതിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമന്റാണ് രേണുസുതി കിച്ചുവിനെ കുറ്റപ്പെടുത്തി ചെയ്ത ആ വീഡിയോയെക്കുറിച്ച് വന്ന കമന്റുകൾ. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. അതിനെനിക്ക് ലഭിച്ച മറുപടി, രേണുവിൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച മറുപടി ഇതാണ്. അതായത് രേണുസുതി ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം 3-4 ദിവസങ്ങളായി. അതിനുശേഷമാണ് ആ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തത്. അതിനു മുൻപ് അവരവരുടെ മുടി മുഴുവൻ പറ്റെ വെട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇന്നലെ കണ്ട ആ വീഡിയോയ്ക്കകത്ത് അവരുടെ മുടി ക്രോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇന്നലെ ആ ഒരു വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ രാവിലെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചു അവരെ ഒന്ന് പോയി കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ആ വീഡിയോയുടെ സോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചു. അവരുടെ ചാനലിൽ അപ്ലോഡ് ആയാണെങ്കിൽ പോലും അതിന് തൊട്ട് മുൻപ് അപ്ലോഡ് ആയിരിക്കുന്ന ഒരു ഫോട്ടോയ്ക്കകത്ത് അവരുടെ മുടി പറ്റെ വെട്ടിയിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ അവരുടെ സുഹൃത്തുക്കളോട് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, അവർ രേണുവിൻ്റെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, ഈ വീഡിയോ 2 ദിവസം മുൻപേ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മുന്നിലേക്ക് വന്നത്. അതായത് ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായ ആ ഒരു വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ പോസ്റ്റ് ചെയ്തു. അങ്ങനെ പലരും ചെയ്യാറുണ്ട്. നമുക്കറിയാം, റിയാക്ഷൻ വീഡിയോയ്ക്കകത്ത് അത് പറ്റില്ല. ഒരു പക്ഷേ എൻ്റെ ഈ ചാനലിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം മറ്റൊന്നുമില്ല, ഇത് ഞാൻ വ്ളോഗുകൾ മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നൊരു കണ്ടന്റ് ഷൂട്ട് ചെയ്തിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ് പോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. അത് എൻ്റെ മാത്രം പേഴ്സണൽ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണിത്. അല്ലെങ്കിൽ എനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എനിക്ക് ഒരു വീഡിയോ നേരത്തെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ആഴ്ചകൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് അല്ല, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ അല്ല, അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആവാണ്ടുള്ള സാധനമൊന്നുമില്ല. ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാലും പിന്നെ നമ്മൾ വൈകി പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ റീച്ച് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സംഭവം പിന്നീടത്തേക്ക് മാറ്റിവെച്ചു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കീമോ കഴിഞ്ഞ് വരുമ്പോൾ തനിക്ക് ഉണ്ടാവാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും അവർ ആ വീഡിയോ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചതും അതിനുശേഷം അവരത് ഈ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തതും. അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എല്ലാ യൂട്യൂബേഴ്സും ഇപ്പം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും പിന്നെ ഈ ഓൺലൈൻ ന്യൂസ് ചാനലുകൾ ഒഴികെ ബാക്കി എല്ലാ വീഡിയോ ചെയ്യുന്ന ആളുകളും ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ആ വീഡിയോസ് മുൻപ് തന്നെ ഷൂട്ട് ചെയ്ത് വെച്ച ശേഷമായിരിക്കും അവരുടെ യൂട്യൂബ് ചാനലിലാണെങ്കിലും അതാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലാണെങ്കിലും അപ്ലോഡ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെയൊക്കെ മനോഭാവം കുറച്ചൊക്കെ മാറ്റുക. എന്തായാലും അവരിപ്പോൾ ഒരു രോഗിയാണ്. ആ രോഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. നമ്മളാരും ഡോക്ടർമാരല്ല, അതേപോലെ തന്നെ ദൈവങ്ങളല്ല. അവരുടെ ജീവൻ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്നത് ഡോക്ടർമാരാണ്. അതേപോലെ തന്നെ ഡോക്ടർമാർ കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം തിരിച്ച് അവർക്ക് നൽകുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഈശ്വരനാണ്. ആ ഈശ്വരൻ നമ്മളെപ്പോലുള്ള ധാരാളം ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അവർക്ക് അവരുടെ ജീവിതം മടക്കി നൽകിയേക്കാം. ഒരു പക്ഷേ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും, നാളെ ഈ അസുഖം മാറിക്കഴിഞ്ഞ് രേണുസുതി തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പഴയതുപോലെ തന്നെ വീണ്ടും ഈ സബ്സ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങുമായിരിക്കും. അന്നേരം നമുക്ക് വിമർശിക്കാം. പക്ഷേ ഇപ്പോൾ അവർ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്ന അസുഖം അത് എത്രമാത്രം ഡേഞ്ചറാണ് എന്നറിയണമെങ്കിൽ ക്യാൻസർ വാർഡിലേക്ക് ഒന്ന് പോയാൽ മതി. ഞാൻ പലപ്പോഴും പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്തരത്തിലൊരു അസുഖമാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത്. പിന്നെ മറ്റുള്ളവർ പലരും പറയുന്നുണ്ട്, രേണുസുതി അല്ല ലോകത്തിലെ ആദ്യത്തെ ക്യാൻസർ പേഷ്യൻ്റ് എന്ന്. എനിക്കറിയാം, രേണുസുതി അല്ല ലോകത്തിലെ ആദ്യ ക്യാൻസർ പേഷ്യൻ്റ് എന്നുള്ള കാര്യം. കേരളത്തിലെ ഏറ്റവും അധികം ക്യാൻസർ രോഗികളുള്ള ഒരു പഞ്ചായത്തിൽ കുറച്ച് നാൾ പോയി താമസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള എന്നോട് നിങ്ങൾ പറയരുത് രേണുസുതി അല്ല കേരളത്തിലെ ആദ്യത്തെ ക്യാൻസർ രോഗിയെന്ന്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ധാരാളം ആളുകൾ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുണ്ട്. അവരെല്ലാം അനുഭവിക്കുന്ന വേദന എത്രമാത്രം വലുതാണെന്ന് എനിക്കറിയാം. അവരാരും സെലിബ്രിറ്റീസ് അല്ലാത്തത് കാരണം നിങ്ങൾ ആരും അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ സെലിബ്രിറ്റീസ് എന്ന നിലയിൽ അല്ലെങ്കിൽ പോലും നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിക്ക് ജനങ്ങളോട് ഇടപെട്ട് ജീവിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കളും അവരുമായിട്ടൊക്കെ എനിക്ക് നല്ല കോണ്ടാക്ട് ഉണ്ട്. അത്തരത്തിലുള്ള പല നേതാക്കന്മാർക്കും ഈ പറയുന്ന അസുഖമുണ്ട്. അത് നിങ്ങൾ ആരും അറിയുന്നില്ല എന്നേ ഉള്ളൂ. രേണുസുതിയുടെ അസുഖത്തെക്കുറിച്ച് അവർ വന്ന് തുറന്നു പറഞ്ഞു. അതിനു മുൻപ് മറ്റൊരു യൂട്യൂബർ വന്ന് ഈ പബ്ലിക്കിനോട് അല്ലെങ്കിൽ പൊതുജനത്തോട് വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളിത് അറിയത്തില്ല. പിന്നെ രേണുസുതി ഒരു ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാളെ അവർക്ക് കീമോ, ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കീമോയാണ്. കീമോ ചെയ്ത സമയത്ത് നമ്മുടെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും അതിനെക്കുറിച്ച്. അന്നേരം അവർ വന്ന് സ്വമേധയാ റിവീൽ ചെയ്തു തനിക്ക് ഈ ഒരു അസുഖമുണ്ടെന്ന്. അതിനു മുൻപേ നമ്മളെല്ലാവരും അറിഞ്ഞു. അന്നേരം എല്ലാം അവർ നിഷേധിക്കുകയായിരുന്നു. അവരുടെ പതിവ് നിഷേധ മനോഭാവം അവരിവിടെയും പുലർത്തിയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ അവർ തന്നെ സ്വയം വന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, തനിക്ക് ഇങ്ങനെ ഒരു അസുഖമാണ്, തനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. തനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, തൻ്റെ മകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് ജീവിച്ചിരുന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് വീണ്ടും ആ ഒരു സ്ത്രീയെ അറ്റാക്ക് ചെയ്യുന്നത്? ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ്, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് എന്തായാലും റിയാക്ഷൻ വീഡിയോയും മറ്റു കാര്യങ്ങളൊന്നും വരത്തില്ല. ഇത്തരത്തിൽ എനിക്ക് എന്തെങ്കിലും ടോപ്പിക്കുകൾ പറയാനുണ്ടെങ്കിൽ അത് വന്ന് ചെയ്യും. അതേപോലെ തന്നെ കുറച്ച് ഗാർഡനിങ് വീഡിയോസ്, അതേപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫ്, ട്രാവലിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ വ്ലോഗുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ്.
അപ്പോൾ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് രൂപത്തിൽ ഇവിടെ ഒന്ന് രേഖപ്പെടുത്താനും മറക്കരുത്.